നെപ്പോട്ടിസം ഫേവേഴ്സ് ടാഗിൽ അതങ്ങ് അലിഞ്ഞു പോകുമ്പോൾ ഈ നെപ്പോട്ടിസം എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, ഇത് പറയുമ്പോൾ തന്നെ ഈ ടാഗ് ലൈനിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സിനിമാക്കാരന്റെ മോനല്ലേ, അവൻ എങ്ങനെയെങ്കിലും വന്നോളും എന്ന് തന്നെയാണ് മെജോറിറ്റി ഓഫ് ആൾക്കാർ തന്നെ അകത്തുനിന്നുള്ള ആൾക്കാർ. അത് ഈ ഡയറക്ടറിന്റെ മോൻ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് തഴയപ്പെടുന്ന പല ഇൻസിഡൻസും വന്നു പോയിട്ടുണ്ട്. ആദ്യത്തെ സിനിമ വിജയമായതിനു ശേഷമാണ് പലവരും ചേർത്ത് പിടിക്കാനായിട്ടും വീണ്ടും എന്താ പറയാ പല പണ്ടത്തെ സൗഹൃദങ്ങളും പുതുക്കാനൊക്കെ കാരണമായത്. അപ്പോ കൂടുതൽ പറയണല്ലേ, അതൊക്കെ ഒഴിവാക്കാൻ മനസ്സിൽ തന്നെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന കുറെ ഇതാണ്. പക്ഷെ അച്ഛന്റെ ഫിൽമോഗ്രഫി വളരെ ഇംപ്രസീവ് ആണ്. കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ നാരായം പോലൊരു സിനിമ, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് എല്ലാ കാലത്തും വാലിഡ് ആണെന്നുള്ളതാണ്. അതായത് അറബി പഠിപ്പിക്കുന്ന നമ്പൂതിരി യുവതിയായിട്ടുള്ള ഒരു സ്ത്രീ, അതുകൊണ്ടുണ്ടാവുന്ന ഒരു കമ്മ്യൂണൽ പ്രശ്നം, അത് നാഷണൽ അവാർഡ് വിന്നിംഗ് സിനിമയാണെന്നാണ് എന്റെ അറിവ്. 93 നാഷണൽ അവാർഡ് വിന്നിംഗ് സിനിമയാണ്. അപ്പൊ അത് അല്ലെങ്കിൽ അതിന്റെ ചില സീൻസ് ഒക്കെ ഇന്നും നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി പ്ലേസ് ചെയ്യാവുന്നതാണ്, ഏത് ടെറൈനിലും പ്ലേസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കുഞ്ഞിക്കൂനൻ പോലൊരു സിനിമ, അച്ഛനിൽ നിന്ന് ഉള്ള സിനിമ അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു സിനിമ പെർസ്പെക്റ്റീവ് ഒക്കെ കിട്ടാൻ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത്? അല്ല, ഞാൻ അച്ഛൻ്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് മറ്റേ പരിപാടിയായിരുന്നു, അപ്രന്റീസ് ആയിരുന്നു. ആൾക്ക് ക്രെഡിറ്റ് ഒന്നും ഇല്ലാത്ത. എന്നാൽ പക്ഷെ എനിക്ക് എന്നോട് അച്ഛൻ തന്നൊരു ലെസൺ എന്താന്ന് വെച്ചാല്, നീ ഇപ്പൊ ടെക്നിക്കലായിട്ട് നീ ഒന്നും പഠിക്കാൻ നിൽക്കണ്ട, നീ ഇന്നത്തെ ഷൂട്ടിംഗ് നടക്കുന്ന കാര്യത്തിൽ നീ ഓരോ കാര്യങ്ങളും ഒബ്സർവ് ചെയ്തിട്ട് നീ എന്നോട് പറയാൻ പറഞ്ഞു. ഞാൻ ആദ്യത്തെ ദിവസം നായിക എത്ര സമയത്ത് വന്നു, നായകൻ എത്ര സമയത്ത് വന്നു, ഞാൻ അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു നോട്ട് ചെയ്യാനൊക്കെ തുടങ്ങി. പറഞ്ഞു, കൊള്ളാം, നിനക്ക് നല്ലൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ആവാനുള്ള ക്വാളിറ്റി ഞാൻ കാണുന്നു പറഞ്ഞു. എനിക്ക് ഭയങ്കര പ്രൗഡ്ഫുൾ ആയിരുന്നു. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, നീ ആസ് ആൻ അസിസ്റ്റന്റ് ഡയറക്ടർ വരെ എത്തുള്ളൂ. ഇഫ് യു വാണ്ട് ടു ബിക്കം എ ഡയറക്ടർ, സിനിമയ്ക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്ന ക്യാരക്ടറിന്റെ ഇമോഷൻസ്, അത് അവർ ബിൽഡ് ചെയ്യുന്ന ഇത്, ഈ വേരിയേഷൻസ്, ഈ ആക്ടേഴ്സിന്റെ കണ്ടിന്യൂറ്റി, ഇങ്ങനത്തെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉപരി ഇതിന്റെ സോള് കണക്റ്റ് ആവുന്നു. അപ്പോൾ മൈന്യൂട്ടായിട്ട് ആ സെറ്റിൽ നടക്കുന്ന ആൾക്കാർ അവരുടെ ക്യാരക്ടർ സ്കെച്ച് നമ്മുടെ മൈൻഡിലേക്ക് ഫീഡ് ചെയ്യണം. ഇവരെത്ര സമയത്ത് വന്നു, ഇവരെന്ത് കഴിച്ചു, ഇവരെപ്പോൾ ഇവിടേക്ക് എത്തും, അതെല്ലാം നോട്ട് ചെയ്യട്ടെ. അന്നോട്ട് എനിക്ക് പിന്നെ ഇങ്ങോട്ടേക്കുള്ള ജേർണീസിൽ അതാണ്, അതായത് ഒരു ഡയറക്ടറുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ഒരു നല്ലൊരു ഒബ്സർവേഷൻ ആയിട്ടുള്ള ഒരാളാണ്. നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യണമെങ്കിൽ, ഞാൻ പിന്നീടൊക്കെ അത് കിട്ടിയപ്പോൾ നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെയുള്ള ഓരോ ആൾക്കാരെയും കാണുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇയാൾ ഇന്ന് മുഖം ഇത്രയും വീർത്തിരിക്കുന്നത് വീട്ടില്, അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഒരാൾ പ്ലസന്റ് ആയിട്ട് നിൽക്കാൻ നേരത്തും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് മനോഹരമായ കുറെ കഥകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അത് പിന്നീട് നമ്മൾ എനിക്ക് കഥ ഒരു സ്ക്രിപ്റ്റ് കിട്ടുന്ന സമയത്ത് എനിക്ക് ആ ആൾക്കാരുടെ ഇമോഷൻസിന്റെ ഞാൻ ചിന്തിച്ചിരിക്കുന്ന കഥ എനിക്ക് ഇവർക്ക് ബാക്ക് ഡ്രോപ്പിൽ സംസാരിച്ചുകൊണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫിൽമോഗ്രഫി എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ കൺസിസ്റ്റന്റ് ആയി സിനിമ ചെയ്യുന്ന ആളല്ല. ഇടയ്ക്കിടയ്ക്ക് ഓൺ ഓഫ് ആയിട്ടാണ് സിനിമ ചെയ്തിട്ടുള്ളത്. വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ സിനിമാക്കാരന്റെ മകൻ എന്നുള്ള ലേബലൊക്കെ പറയുമ്പോഴും ഒരു സിനിമാ സംവിധായകന്റെ മകനാവുന്നത് ഒരു സിനിമാ നടന്റെ മകനാവുന്നത് തമ്മിൽ വലിയ അന്തരമുണ്ട്. അതിന്റെ എല്ലാ അർത്ഥത്തിലും, അതിന്റെ സാമ്പത്തികപരമായിട്ടായാലും അല്ലെങ്കിൽ അതിന്റെ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങളായാലും ഒക്കെ. ഒരു സംവിധായകന്റെ മകൻ എന്ന് അനുഭവിക്കുന്ന ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ ജീവിതത്തിൽ, അതും അനുഭവിച്ചിട്ടുണ്ടോ? സംവിധായകന്റെ മകൻ എന്നുള്ളതിന്റെ സ്ട്രഗിൾ, എൻ്റെ അച്ഛൻ അത്രയും പേരുണ്ടായിരുന്നു, പക്ഷെ അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡയറക്ടർ ആയിരുന്നില്ല. ഒരു ബ്രാൻഡ് ബിൽഡിംഗ് എന്നുള്ള കാര്യമായിരുന്നില്ല. അത് തന്നെയാണ് എനിക്കുമുള്ള ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമകൾ സംസാരിക്കട്ടെ, നമ്മളെ സംസാരിക്കട്ടെ. എക്സാക്ട്ലി. അത് കാർത്തിക് സുബ്രാജിന്റെ പടം കണ്ടപ്പോഴും ആ ഒരു വാക്ക് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് എൻ്റെ അച്ഛനിലേക്കാണ്. നമ്മളല്ല സംസാരിക്കേണ്ടത്, നമ്മുടെ സിനിമയാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മളും കുറച്ച് സംസാരിച്ചില്ലെങ്കിൽ കാര്യമില്ല എന്ന് മനസ്സിലായി. നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള സിനിമ ചെയ്യണമെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ സംസാരിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ. അഭിലാഷൊക്കെ അതിന്റെ ഒരു സോൾഡ് എക്സാമ്പിൾ ആണ്. അഭിലാഷ് അതിന്റെ എക്സാമ്പിൾ അല്ല. അഭിലാഷിന് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സംസാര പ്രിയനാണ്. നോൺ സ്റ്റോപ്പ് ആയിട്ട് വേണമെങ്കിൽ ഒരു എന്താ പറയാ 2 ദിവസം നിർത്താതെ സംസാരിക്കാൻ പറഞ്ഞാൽ ബാക്കിയുള്ളവർ ടയർഡായി പോകും. പക്ഷെ ഇദ്ദേഹത്തിന് സംസാരിക്കുന്നതോറും എനർജി കൂടി വരികയും ചെയ്യുക. ഈ മറ്റൊരാളുടെ തിരക്കഥയിലാണല്ലോ 2 സിനിമകളും ചെയ്തത്. അപ്പം ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ്, ഇപ്പോൾ ഇങ്ങനെ ഒരു സീൻ വരുന്നു, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കല്ലുവിന്റെ അച്ഛനെ ഭീഷണിപ്പെടുത്തുന്ന സീനാണ് എന്ന് പറയുന്ന സമയത്ത്
അയാൾ ആദ്യം കൂട്ടിക്കൊണ്ടുപോകുന്നു, സിഗരറ്റ് വാങ്ങിക്കുന്നു, ചായ മുഖത്തേക്ക് ഒഴിക്കുന്നു, ചകട്ടത്തടിക്കുന്നു, ചവിട്ടുന്നു, വലിച്ചഴയ്ക്കുന്നു. അപ്പൊ ഇത്രയും ചിലപ്പോ ഒരു പക്ഷെ അതിലെഴുതി വെച്ചോളണമെന്നില്ല സീൻ ബൈ സീൻ. ഇതിന്റെ മൊത്തത്തിലൊരു കൺസ്ട്രക്ഷൻ ഉണ്ട്. ഇതിൽ ഇന്ന ഇവന്റ്സിന് ശേഷം ഇന്ന ഇവന്റ് വരുമ്പോഴായിരിക്കും അതിനൊരു ഇമോഷണൽ ഇമ്പാക്ട് വരിക എന്നുള്ളതൊക്കെ ഉണ്ട്. ഒരു സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടിയതിനു ശേഷം ഒരു വർക്കിംഗ് ഉണ്ടോ അതിന് പുറത്ത്? എൻ്റെ ഒരു വർക്കിംഗ് പാറ്റേൺ കുറച്ചും കൂടി അൺഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. എനിക്കൊരു സീൻ പ്ലേ തരുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ആക്ടേഴ്സിനെയും കൂടിയും അതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കും. ഇതാണ് നമുക്ക് തന്നേക്കുന്ന സീൻ, ഈ സീൻ നമുക്ക് എത്രമാത്രം മനോഹരമാക്കി പ്ലേ ചെയ്യാം. ഇവരുടെ ഒപ്പീനിയൻസ് മാറ്റേഴ്സ്, റൈറ്ററിൻ്റെ ഒപ്പീനിയൻസും എടുക്കും, എൻ്റെ ഡയറക്ഷൻ ടീമിൻ്റെ ഒപ്പീനിയൻ എടുക്കും. എന്നിട്ട് ഇതിന് എങ്ങനെ ഒരു പ്ലേ കൊടുക്കാം എന്നുള്ളത് സ്പോട്ടിൽ നമ്മൾ ചെയ്യും. അപ്പോൾ ലൊക്കേഷനിലാണ് സീൻ ഫൈനൽ ആവുന്നത്. യെസ്. അപ്പോൾ എനിക്കുള്ള ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്, മാളികപ്പുറത്തെ സമയത്ത് ഉണ്ണിക്കില്ലാത്ത സമയങ്ങൾക്ക് പോലും നമ്മൾ ഉണ്ണീനെ വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ അവനോട് ചോദിക്കും. ഇൻഫാക്ട് എന്തൊക്കെ പറഞ്ഞാലും ഈ പടത്തിൻ്റെ ഒരു സോൾ എന്ന് പറയുന്നത് ഉണ്ണി തന്നെയാണ്. അപ്പോൾ ആ സീൻ ചെയ്യണ സമയത്ത് ഉണ്ണി ഒരു മൊബൈലിലൊരു വീഡിയോ, ഒരു ഹിന്ദി ആൽബത്തിൻ്റെ വീഡിയോ, അപ്പോൾ അത് കാണുമ്പോൾ ഈ ചൂട് ചായ ഒഴിക്കുന്ന സാധനമുണ്ട്, എന്താ അല്ലേ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ ഒരാൾ അതൊരു ലവർ എന്തോ ഒരു പ്രപ്പോസൽ, ഒരു ഇഷ്ടപ്പെട്ട ഒരാൾ ഒരു പെണ്ണിനോട് പ്രപ്പോസ് ചെയ്യാൻ പോകുമ്പോൾ പെണ്ണ് ചെയ്യുന്നൊരു റിയാക്ഷൻ ആയിരുന്നു ആ ചായ ഒഴിക്കൽ പരിപാടി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് അഭിലാഷാണോ ഈ സാധനം നോക്കുന്നത്? അപ്പൊ അങ്ങനത്തെ ഉള്ള ഇൻപുട്സ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒബ്സർവേഷനിലൂടെ നമുക്ക് അവിടെ നിന്ന് ഇവിടത്തേക്ക് കിട്ടും. അങ്ങനെ ഒരു ക്ലസ്റ്ററിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സീനാണ്. അപ്പോൾ സുമതി വളവിലാണെങ്കിൽ പോലും എനിക്ക് ചില സീക്വൻസസ് വർക്ക് ചെയ്യാനായിട്ട് ഞാൻ അച്ഛനോടും ഇവരോടും വന്നിട്ട് ഞാൻ പറയും, ഇതാണ് നമുക്ക് വേണ്ട ഇമോഷൻസ്, ഇതാണ് നമുക്ക് വേണ്ട സ്ക്രിപ്റ്റ് എന്തെങ്കിലും ഡിമാൻഡ് ചെയ്ത് ഞാനൊരു മാസ്റ്റർ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇത് എൻ്റെ ആക്ടേഴ്സിനെ വെച്ചിട്ടൊന്ന് അഭിനയിപ്പിക്കും. ഇതാണ് ഇത്രയും ഏരിയ ഉണ്ട്, ഇത്രയും ഏരിയയിൽ നിങ്ങൾക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, ഈ അഴിച്ചു വിടുക എന്നൊക്കെ പറയില്ല, ഇതിൽ എനിക്ക് വേണ്ട എലമെൻറ്റ്സ് വെച്ച് എനിക്ക് വേണ്ടാത്ത എലമെൻറ്റ്സ് മാറ്റി വെച്ച് ഞാൻ ഒന്നുകൂടിയും അതിനെ 2 തവണ ഇത് കഴിയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, അതെങ്ങനെയൊക്കെ ഇംപ്രൂവൈസ് ചെയ്യും എന്നതിനെ പറ്റിയിട്ട് ആർട്ടിസ്റ്റുകൾ എല്ലാവർക്കും ഒരു ബോധം വരും. എന്നിട്ട് ഞാൻ കമ്പോസിഷൻ ചെയ്യും. ഒരു മാസ്റ്റർ ഷോട്ട് ഏത് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഇത് ഞാനിപ്പോൾ ഡയറക്ഷൻ ക്ലാസ് എടുക്കുന്ന പോലെ അല്ല, ദിസ് ഇസ് ഹൗ ഐ വർക്ക്. പിന്നെ നമുക്ക് ചില സീക്വൻസസ് ഉണ്ട്, അത് നമ്മൾ സ്ട്രിക്ട്ലി ഒരാളുടെ സജഷനും കാര്യങ്ങളും എടുക്കില്ല. എനിക്കിതാണ് വേണ്ടത്, അതെനിക്ക് ഇങ്ങനെ തന്നെ തരണം. അതിൽ ഇംപ്രൊവൈസേഷനോ കാര്യങ്ങളോ എന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കും. സ്വീകാര്യമാണെന്ന് തോന്നുകയാണെങ്കിൽ എടുക്കും, പക്ഷെ മെയിൻലി നമ്മൾ ഇത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഓക്കെ. ഇപ്പം മാളികപ്പുറത്തിൽ നോക്കുകയാണെങ്കിൽ അത്രയും നിർബന്ധം ഉണ്ടായിരുന്ന സീൻ എന്തായിരുന്നു? നിർബന്ധം ഉണ്ടായ സീൻ എനിക്ക് കുറേ സീൻസ് ഉണ്ട്. പെട്ടെന്ന് മൈൻഡിൽ വന്ന 18-ാം പടി. കാരണം ദാറ്റ്സ് ദ മൂവി ഈസ് ഓൾ അബൌട്ട്. നമ്മൾ കുറേ ഡിസ്കഷൻസും കാര്യങ്ങളും വന്നപ്പോൾ ചുമ്മാ അതൊരു 18-ാം പടി കയറിപ്പോയി ഒരു ഹിഡൻ ക്യാം വെച്ച് ഷൂട്ട് ചെയ്ത് അതിനെ കാണിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനെ ആ ഒരു മൊമെൻറ്റ്, ഈ ഇത്രയും ട്രാവൽ ചെയ്ത കല്ലുവിൻ്റെ ജേണി എൻഡ് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് ആ 18-ാം പടിയിൽ അവളുടെ ആദ്യത്തെ കാല് പതിയുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ വിനീതേട്ടനൊക്കെ നമ്മൾ പുറകെ നടന്ന് ആൻഡോ ചേട്ടനൊക്കെ കൊണ്ട് കുറച്ച് ആൾക്കാരെ വെച്ച് വിനീതേട്ടനെ കൊണ്ട് 1-ാം പടി മേലെ സോങ്. അതുകൊണ്ട് തന്നെ ആ പടത്തിൻ്റെ പൂർണ്ണതയും ആ ഒരു യാത്രയ്ക്കൊരു കംപ്ലീഷൻ കിട്ടി. എനിക്ക് നമ്മൾ ഒരുപാട് സീക്വൻസസ് അങ്ങനെ ചെയ്തു, പക്ഷെ പെട്ടെന്ന് മനസ്സിൽ വന്നത് ഇൻ പെർട്ടിക്കുലർ ആ ഒരു സീനായിരുന്നു. അതങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടും ടൈം എടുത്തും നമുക്ക് ഒരു 128 ഫ്രെയിംസിൽ കുറേ ഷോട്ട്സ് വെച്ചിട്ട് ആ പടീനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഒപ്പിയെടുക്കണം. വളരെ സത്യം പറഞ്ഞ ഈ സിനിമയുടെ ബഡ്ജറ്റ് എൻ്റെ ഒരു അറിവ് വെച്ച് മാളികപ്പുറത്തിനേക്കാളും വലുതാണെന്നാണ്. മാളികപ്പുറം നമുക്ക് എല്ലാം കൊണ്ടൊരു 4.5 എനിക്ക് തോന്നുന്നു, ഇൻക്ലൂഡിങ് മാർക്കറ്റിംഗ്. ഫസ്റ്റ് കോപ്പിക്ക് എന്തൊരു 3.5-ക്കുള്ളിൽ തന്നെ ബാക്കിയുള്ള പ്രൊമോഷൻസിനാണ് ഞാൻ പറഞ്ഞത് 4.5-ക്കുള്ളിൽ തീർത്ത പടമാണ്. കാരണം നിങ്ങൾ വിശ്വസിക്കില്ല, വളരെ മിനിമൽ ക്രൂസ് വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഇത് എനിക്ക് ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു ഷൂട്ട് എന്ന് പറയുന്നത്. കാരണം 49 ദിവസം കൊണ്ട് 50 കൂട്ടിക്കോ ചെയ്ത് തീർത്ത സിനിമയാണ് സുമതിവളം എന്ന് പറയുമ്പോൾ. എനിക്ക് 85 ദിവസവും എന്നാൽ 41 ആക്ടേഴ്സ്, നൈറ്റ് ഷൂട്ടും ഉണ്ട്. അതെ, ഡബിൾ ബാറ്റയാണ്. അതൊക്കെ തന്നെയാണ് സുമതിവളവിൻ്റെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. പിന്നെ അത് എനിക്ക് PV ശങ്കറിനോടാണ് താങ്ക്സ് പറയേണ്ടത്. കാരണം
ഞാൻ ഡേ ഫോർ നൈറ്റ് ആണ് മാളികപ്പുറത്തിൽ ചില നൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്തത്. അപ്പോൾ എനിക്ക് മാസ് ആക്ഷൻ സീക്വൻസസ് എല്ലാം ഡേ ഫോർ നൈറ്റിൽ പുൾ ഔട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പോൾ പി വി ശങ്കറാണ് എന്നെ കൺവിൻസ് ചെയ്ത ഒറ്റ ഒരു കാര്യത്തിലാണ്, വിഷ്ണു, ഇഫ് യു ആർ ഡൂയിങ് എ ഫൈറ്റ് ആക്ഷൻ സീക്വൻസ്, ഐ എം very okay with, I'm not okay, but I'm still, agree with to go with a day for night sequence, but you are doing a horror film, and horror film is supposed to do a dark. പിന്നെ അതായത് രാക്ഷസന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ശരിയാണ്, ഈ ഹൊറർ കാണുമ്പോൾ ആൾക്കാർക്ക് കാടിന്റെ ഭീകരത കിട്ടണമെങ്കിൽ അത് ഇരുട്ടിലേ നമുക്ക് കാണിക്കാൻ പറ്റും. നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന എപ്പോഴാണ്? പ്രേതം വരുമ്പോഴല്ല, ആംബിയൻസിലാണ്. എക്സാക്ട്ലി. ഇപ്പോഴും ചില ആൾക്കാർ പ്രേതപടം കണ്ട അവരുടെ ഏറ്റവും വലിയ പേടി പ്രേതം വരുന്നതല്ല, ഈ ആരും തന്നെ ഇരുട്ടത്തിരിക്കണേ ഒന്നും ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഡാർക്ക്നെസ്സിന് അത്രയും മാത്രം അത് എന്നെ റിമൈൻഡ് ചെയ്യിച്ചത് എനിക്കൊരു വലിയൊരു അവേക്കനിങ് ആയിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പ്രൊഡ്യൂസർ മുരളിച്ചേട്ടൻ പറഞ്ഞു, മുരളിയേട്ടാ, അതെ നമുക്ക് ഈ പറ്റുന്ന ഹൊറർ ബ്ലോഗ്സ് മാത്രം നമുക്ക് നൈറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ മുരളിച്ചേട്ടൻ അന്നേരം ഓക്കെ പറഞ്ഞ് നമ്മൾ ഹൊറർ ബ്ലോഗ്സിനെ കുറിച്ച് പിന്നെയാണ് മനസ്സിലായത്, വിഷ്ണു നീ ആദ്യം പറഞ്ഞു നമുക്കിത് 90s ചെയ്യാമെന്ന്, അപ്പം തന്നെ ബഡ്ജറ്റ് കൂടി ഡബിളായി, ഇതും കൂടി വരുമ്പോൾ എത്രയും ബഡ്ജറ്റ്. അപ്പോൾ ഞാൻ മുരളി ശങ്കർ പറഞ്ഞ അതേ റീസൺ തന്നെ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി അത്രയ്ക്കും സിനിമനെ പാഷനേറ്റ് ആയിട്ട് കാണുന്ന ഒരു പ്രൊഡ്യൂസർ ആയതുകൊണ്ട് പുള്ളി, വിഷ്ണു എനിക്ക് ഒറ്റയടിക്ക് അത് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളോടും കൂടി ഒന്ന് ചോദിച്ചിട്ട് ഞാൻ അറിയാം. അങ്ങനെ തിങ്ക് സ്റ്റുഡിയോസിൻ്റെ ഒരു സപ്പോർട്ട് കൂടി അങ്ങനെ അദ്ദേഹം അത് ചെയ്യാനുള്ള ഗ്രീൻ സിഗ്നൽ തന്നു. പിന്നെ നമ്മളധികം സെക്കൻഡ് തോട്ട് പുള്ളി പോകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ പരിപാടി ഓണാക്കി. മറ്റൊരു കാര്യം വിഷ്ണു, ഇപ്പൊ ഈ ഹൊറർ രൂപങ്ങളുണ്ടല്ലോ, ഇപ്പൊ ഹൊറർ രൂപങ്ങളുടെ സ്റ്റാൻഡേർഡും ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം പാളിപ്പോകും. അതിന്റെ ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട്. പല വലിയ സിനിമകളുടെ രണ്ടാം ഭാഗമൊക്കെ പിന്നീട് വലിയ കോമഡി പീസുകളായിട്ട് അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെയാണ് ഇപ്പൊ നമുക്കൊരു, ഞാൻ പറയുന്നത്, ഒരു ബോഡി ഹൊറർ ഒക്കെ കാണിക്കണമെങ്കിൽ അതിന്റെ പ്രോസ്തറ്റിക്സിന് ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി വേണം. ഇപ്പോൾ നമുക്ക് അല്ലാതെ കാണിച്ചു കഴിഞ്ഞാൽ ഇന്നത് ശരിയായി മാറുന്നു എളുപ്പത്തിൽ. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധാലുവാണോ? നമ്മൾ കുറേ ശ്രദ്ധിച്ചു. നമ്മൾ ഒരു ചെണ്ടക്കാരൻ്റെ സീക്വൻസ് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ പ്രോസ്തറ്റിക് മേക്കപ്പും കാര്യങ്ങളും കുറച്ചൊക്കെ വെച്ചിട്ടുള്ള ഒരു സീക്വൻസ് ചെയ്തു. പക്ഷേ എനിക്ക് ആ ഒരു എന്താ പറയുക, അതിനൊരു കുറച്ചും കൂടി പ്രൊഫഷണൽ ടച്ചിന് വേണ്ടിയിട്ട് എനിക്ക് CGIൻ്റെ സപ്പോർട്ടും കൂടിയും വെച്ചിട്ടാണ് നമ്മളത് ചെയ്തേക്കുന്നത്. ഈ സുമതി വളവിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 5 kinds of horror experience തിയേറ്ററിൽ തരും. ഇത് മൊബൈലിൽ കണ്ട കിട്ടില്ല. കാരണം ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓഡിയോഗ്രാഫിയാണ്. ഈ 7.1, 5.1 ഈ അറ്റ്മോസ്, ഈ പരിപാടിയൊക്കെ നിങ്ങൾക്ക് തിയേറ്ററിൽ ഇരുന്നാലേ ആ ഡീറ്റെയിലും കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഹോം തിയേറ്റർ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, തിയേറ്ററിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു സാധാരണക്കാരൻ തിയേറ്ററിൽ തന്നെ വന്നാൽ മാത്രമാണ് ഈ ഒരു സെലിബ്രേഷൻ കിട്ടുള്ളൂ. ഓഡിയോഗ്രാഫി ചെയ്ത് MR രാജകൃഷ്ണൻ എന്ന് പറഞ്ഞ ലെജൻഡറി, അറിയാത്ത ആൾക്കാർക്ക് ഞാൻ പറയാണ്, കാന്താര 2 ലിസ്റ്റ് MR രാജകൃഷ്ണൻ ഒന്ന് ലിസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. അതെ, നാഷണൽ അവാർഡ് വിന്നിങ് ആയിട്ടുള്ള MR രാജകൃഷ്ണൻ സാറാണ് ചെയ്തത്. അപ്പോൾ ആളും ഒരുപാട് കഴിഞ്ഞപ്പോൾ ആളും പറഞ്ഞു, ആൾ ഒരുപാട് എൻജോയ് ചെയ്ത ഒരുപാട് ലെയേഴ്സ് ഉള്ള സിനിമയാണ്. ഇങ്ങനത്തെ പടം കണ്ടിട്ട് വിഷ്ണു കുറേ നാളായി കൊതിയാവണു ഇത് എനിക്കും തിയേറ്ററിൽ കാണാനായിട്ട് ആൾക്കാരുടെ ഇടയിൽ. അപ്പോൾ അദ്ദേഹവും ഫാമിലി ആയിട്ട് വന്ന് പടം കാണുന്നു വിശ്വസിക്കുന്നു. ഞാൻ ടു ദ പോയിന്റ് 5 kinds of 5 വ്യത്യസ്ത തരമായിട്ടുള്ള ഹൊറർ ബ്ലോഗ്സ് ഈ പടത്തിലുണ്ട്. അതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് ഒരു സിനിഫൈൽ ആയിട്ടുള്ള ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവെൽ ബ്ലോക്ക് ഉണ്ട്. 10-15 മിനിറ്റോളം വരും ആ ഒരു ബ്ലോക്ക്. അതൊരു പരിപാടിയാണ്. പക്ഷെ എന്ന് വെച്ചാൽ മറ്റ് മോശം എന്നല്ല ഞാൻ പറഞ്ഞത്, മറ്റു ബ്ലോഗ്സും പരിപാടിയുണ്ട്. അത് പക്ഷെ കുറച്ചുകൂടി ഒരു എന്റർടൈൻ വാല്യൂ ഉള്ള. ഈ ബ്ലോക്കിൽ വളരെ കോൺഫിഡന്റ് ആണ്. 5 ബ്ലോഗ്സിലും വെരി കോൺഫിഡന്റ് ആണ്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് അതിന് ചെയ്തേക്കുന്ന സൗണ്ട് ഡിസൈൻ. അത് ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതെന്താടാ ഇവൻ ഒരുമാതിരി പഴയ സിനിമ എടുത്തേ എന്നൊക്കെ ചോദ്യം വരുമല്ലോ. നമുക്ക് ഈ പണിയും അറിയാമെന്ന് എവിടെയെങ്കിലുമൊക്കെ പറയണ്ടേ. അങ്ങനത്തെ പടത്തില് ടോട്ടാലിറ്റിയിൽ അങ്ങനെ കുറെ ഏരിയാസ് ഉണ്ട്. അതിൽ സോളിഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഇതാണ്. മാളികപ്പുറം റെസൊണേറ്റ് ആയ പോലെ ഫാമിലി ഓഡിയൻസിന് ഈ സിനിമ തൃപ്തിയാവട്ടെ. നേരത്തിന് ഒരുപാട് നന്ദി വിഷ്ണു. താങ്ക് യു വിഷ്ണു. താങ്ക് യു.